ഹലോ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതുപോലെ അപ്പവും കിഴങ്ങേറിയും കാടമുട്ട റോസ്റ്റും നല്ല മുരിങ്ങ കക്കാർച്ചയൊക്കെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കില്ല കേട്ടോ. കുഞ്ഞിനെ ചാച്ചനും ഇവിടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഫുഡ് അടിക്കാൻ അങ്ങിരുന്നു. അവക്കുട്ടൻ്റെ കാര്യം പിന്നെ അവരെ നോക്കിക്കോളും. അല്ലെങ്കിൽ അങ്ങനെയല്ലേ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ, ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. മുറ്റത്ത് ഇവിടെ ഈ പൂക്കളൊക്കെ കണ്ട് അവക്കുട്ടൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ ഫേവറേറ്റ് ആയിട്ട് എത്തി ട്രെയിൻ. എത്ര നേരം വേണമെങ്കിൽ ഇത് കണ്ടിരുന്നോളും. പിന്നെ വീഡിയോയ്ക്കുള്ള വോയിസൊക്കെ എടുത്തിരുന്നപ്പോഴാണ് നല്ല അടിപൊളി മണം വന്നത്. നോക്കിയപ്പോൾ ചാച്ചൻ്റെ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കുക്കറിൽ പോർക്കിൻ്റെ കൂടെ കറിവേപ്പിലയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ പെരുംജീരകവും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും മല്ലിപ്പൊടി ഇട്ട് അരച്ച് ഇതിൻ്റെ കൂടെ ഇട്ട് കുക്കറിൽ വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കും. ഇത് പിന്നെ ഫ്രൈങ് പാനിലിട്ട് നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ആവും. പിന്നെ എന്തൊക്കെയാണ്, നല്ല മത്തി മുളകിട്ടത്, മത്തി ഫ്രൈ, മുട്ടത്തോരൻ, പിന്നെ മത്തിയുടെ മുട്ട വേവിച്ചെടുത്തത്, ഇത്രയൊക്കെ അരിച്ചിരുന്നപ്പോഴാണ് ഒരു സ്പെഷ്യൽ അതിഥി എത്തി, കുഞ്ഞുട്ടൻ. കുറച്ച് നേരം ആളുടെ കൂടെ കളിച്ച് കഴിഞ്ഞിട്ട് ആൾ നമ്മളങ്ങ് വിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും പോകാൻ സമയമായിട്ടോ. അവക്കുട്ടനാണെങ്കിൽ പോകുന്നതിന് മുന്നേ കൊന്തയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗംഗ പറയുന്ന പോലെ കാശുമാല, മുല്ലമുട്ടുമാല, പാലക്കാമാല, ചിലങ്ക എവിടെയും തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. മമ്മിയുടെ കയ്യിൽ കുറേ കൊന്തയുണ്ട്, അത് വെച്ച് ആൾ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ ഇറങ്ങി. രാത്രി നല്ല മഴയായതുകൊണ്ട് റോഡിലൊക്കെ കായലിലുള്ള വെള്ളമൊക്കെ കയറി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.